ഈ വിൽബർട്ടൺ ടീം ശരിക്കും പറഞ്ഞാൽ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു ഈ ഒരു എഡ്യൂക്കേഷനിലേക്ക് കയറാൻ വേണ്ടി. എനിക്കൊരു അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റിയതും വിൽബർട്ടൺ എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ മൂലമാണ്. അത് ഒരുപാട് ആക്ച്വലി ഇതൊരു ഏജൻസി എന്ന് ഞാൻ പറയാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഇന്നൊരു ഹാപ്പി മൊമെന്റ് ആണെന്ന് തന്നെ പറയാം. ഹായ് ഹലോ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഷെബിനാണ്. ഷെബിന് ആക്ച്വലി ചൈനയിലെ സ്കോളർഷിപ്പ് പ്രോഗ്രാമിൽ കൂടെ IT പ്രോഗ്രാം പഠിക്കാൻ വേണ്ടി പോവാണ്. എഞ്ചിനീയറിംഗ് ഇൻ IT ആണ് ഷെബിന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ഷെബിൻ. ദിസ് ഈസ് ഷെബിൻ ഹിയർ. ഞാൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് ഞാൻ താമസിക്കുന്നത്. ചൈനയിലാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന കോഴ്സ് സ്കോളർഷിപ്പ് പ്രോഗ്രാം ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു IT പ്രോഗ്രാം ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഓക്കെ, ഞാൻ ബേസിക്കലി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയാം, ഒന്നെങ്കിൽ മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ടെക്കി ഫീൽഡ് നമുക്ക് ഒത്തിരി നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും യൂസ്ഫുൾ ഉള്ള അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ മെഡിക്കലി എനിക്ക് എൻ്റെ സ്ട്രോങ് സൈഡ് അല്ല അത്. അപ്പോൾ IT ടെക്കിയാണ് എൻ്റെ കുറച്ചുകൂടെ സ്ട്രോങ് സൈഡ്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ടെക് ഫീൽഡ് ചൂസ് ചെയ്യാൻ കാരണം. ഈ ഒരു ചൈന നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രി ആണല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു കൺട്രിയിൽ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ ചൈന അല്ലെ. കമ്പയറബിളി നമ്മുടെ ഒരു എക്കണോമി സ്റ്റാറ്റസ് വെച്ച് നോക്കിയാൽ നമുക്ക് എപ്പോഴും ചൈനയിൽ പഠിക്കാൻ അല്ലെ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കിട്ടിയ ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ എനിക്ക് ചൈന ഞാൻ ചൂസ് ചെയ്തു. യെസ്. ഓക്കെ, ശരി. സോ ഷിബിൻ്റെ യൂണിവേഴ്സിറ്റി ഏതായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓക്കെ, ആക്ച്വലി എനിക്ക് ഒരു 4 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു. ഹാർബിൻ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ നാങ്ടോങ് യൂണിവേഴ്സിറ്റി, ജിങ്ചുങ് യൂണിവേഴ്സിറ്റി ആൻഡ് വൂചാങ് യൂണിവേഴ്സിറ്റി അല്ലേ. അപ്പം ഞാൻ മേജർ സബ്ജക്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ സൈബർ സെക്യൂരിറ്റിയാണ്. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ സൈബർ സെക്യൂരിറ്റിയിൽ കുറച്ചുകൂടെ നമുക്ക് സപ്പോർട്ട് തരുന്നത് ശരിക്കും പറഞ്ഞാൽ വൂചാങ് യൂണിവേഴ്സിറ്റി എന്നൊരു യൂണിവേഴ്സിറ്റി. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ വൂചാങ് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ അഡ്മിഷൻ പ്രിഫർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വൂചാങ് യൂണിവേഴ്സിറ്റിയിലാണ് എനിക്ക് ഓഫർ ലെറ്റർ വന്നിട്ടുള്ളതും ഞാൻ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. യെസ്. അപ്പോൾ ഷെബിന് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന പോലെ JEE അതുപോലെ തന്നെ കീം എക്സാമുകളൊക്കെ എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമോ? കേരള നമ്മൾ നോക്കുവാണെങ്കിൽ ഒത്തിരി ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കീം അല്ലെങ്കിൽ JEE ഒക്കെ എഴുതി പാസ്സായാൽ തന്നെ നമുക്ക് നല്ലൊരു നല്ലൊരു കോളേജിൽ കിട്ടിയില്ല എങ്കിൽ പിന്നെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് തന്നെ പറയും. ബിക്കോസ് നമ്മുടെ ഇന്ത്യ ഒക്കെ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണല്ലോ. അപ്പോൾ ഞാൻ JEEയിലും കീമിലും ഞാൻ പാസ്സായതാണ്. ശരിക്കും പറഞ്ഞാൽ കീമിൽ എനിക്ക് CETയിലും കുസാറ്റിന്നും ഒക്കെ ഓഫർ ലെറ്റർ അല്ലെങ്കിൽ ഓഫർ വന്നായിരുന്നു. എനിക്ക് ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ നമുക്ക് മുമ്പിലുള്ള ഒരു സാധ്യത അത്ര നല്ലതായിരുന്നില്ല. അപ്പോൾ ഇവന്തോ ഞാനിപ്പം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി മുമ്പിൽ വന്നില്ല എങ്കിൽ എനിക്ക് ഒരിക്കലും എൻ്റെ ലൈഫ് സ്മൂത്ത് ആകത്തില്ല അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇവിടെയൊക്കെ ഇവിടുന്നൊക്കെ ഓപ്പർച്യൂണിറ്റി വന്നെങ്കിലും ഞാൻ അതിലൊന്നും മൂവ് ചെയ്യാതെ കുറച്ചുകൂടെ ബെസ്റ്റായിട്ട് തന്നെ എനിക്ക് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു ചൈനയിൽ കിട്ടുന്ന ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ചൈനയിൽ ഉള്ള ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാംസിനെ അറിഞ്ഞതിന് ശേഷമായിരുന്നു ആക്ച്വലി ഒരു ചൈനയിലത്തെ ഒരു കോഴ്സിന്റെ സെലക്ഷനും കോളേജിന്റെ സെലക്ഷനും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് വിൽബർട്ടൺ എഡ്യൂക്കേഷൻസിന്റെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തൊക്കെ രീതിയിലായിരുന്നു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആ കാര്യങ്ങളെ കുറിച്ചൊന്ന്. ആസ് ഓൾ ഓഫ് യു നോ ദാറ്റ് ഞാൻ വിൽബർട്ടൺ എഡ്യൂക്കേഷൻ എന്ന ഈ ഒരു ടീമിൻ്റെ കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു ഏജൻസി എന്ന് ഞാൻ പറയാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഇവിടുത്തെ ഒരു സപ്പോർട്ട് തരുന്നത് നമ്മുടെ ഒരു മെൻറ്റേഴ്സ് നമുക്ക് തരുന്ന ഒരു സപ്പോർട്ട്, ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളോട് സംസാരിക്കുന്ന പോലെ ഒരു പോസിറ്റീവ് എനർജിയാണ് എപ്പോഴും. ഇവന്തോ എനിക്ക് ആദ്യ സമയങ്ങളിൽ ഞാൻ കുറച്ച് ഡൗൺ ആയിരുന്നെങ്കിൽ തന്നെയും ആക്ച്വലി ഇവരുടെ ഒരു എഫേർട്ട് ശരിക്കും ഇറ്റ്സ് എ റിയലി മാറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സപ്പോർട്ട് ഇവന്തോ ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. അപ്പം ഈ വിൽബർട്ടൺ ടീം ശരിക്കും പറഞ്ഞാൽ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു ഈ ഒരു എഡ്യൂക്കേഷനിലേക്ക് കയറാൻ വേണ്ടി. ചൈനയിലേക്കുള്ള ഒരു പ്രൊസീജിയറിന് വേണ്ടി ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു. വിസയുടെ കാര്യങ്ങളിലാണെങ്കിലും അഡ്മിഷൻ്റെ കാര്യങ്ങളിലാണെങ്കിലും ദേ റിയലി ഹെൽപ്ഡ് മീ ലോട്ട്.
ഇപ്പോൾ ഷെബിൻ്റെ പോലെ തന്നെ ചൈനയിലത്തെ ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമോട് കൂടിയിട്ട് പഠിക്കാൻ ഒരുപാട് സ്റ്റുഡൻസ് ആക്ച്വലി വില്ലിംഗ് ആണ്. പക്ഷെ അവർക്ക് ഉണ്ടാവുന്ന ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അതായത് ഷെബിന് എന്തൊക്കെ പേടികളാണ് ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് അതിനെ തരണം ചെയ്തത്, അതുപോലെ തന്നെ പുതുതായിട്ട് വരാനിരിക്കുന്ന സ്റ്റുഡൻസിനോട് എന്തൊക്കെയാണ് ഷെബിൻ ഷെയർ ചെയ്യാനുള്ളത്? ആക്ച്വലി ഈ നമ്മൾ ചൈനയിൽ പോകാൻ നമുക്കൊരു ത്വര വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒട്ടും വെയിറ്റ് ചെയ്യരുത്. ശരിക്കും പറഞ്ഞാൽ ഓക്കെ, ഇപ്പം ഈ ചൈനയുടെ അഡ്മിഷൻ ഒക്കെ പറയുകയാണെങ്കിൽ, ചൈനീസ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഏർലിയാണ്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കാളും ഒത്തിരി മാറിയാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു കീം അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ എൻട്രൻസ് എക്സാം ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ലേറ്റ് ആയി പോകും. അപ്പോൾ ഒട്ടും നമ്മുടെ ടൈം കളയാതെ തന്നെ ഇപ്പം ഈ ഒരു സെപ്റ്റംബറിൽ തന്നെയാണ് മിക്ക കോളേജിലും ഈ സ്കോളർഷിപ്പ് പ്രോഗ്രാംസിൻ്റെ ഒക്കെ വേക്കൻസി ഓപ്പൺ ആവുക അല്ലേ. അപ്പം ആ ഒരു വേക്കൻസി നമ്മൾ ഓപ്പൺ ആവുന്ന ആ ഒരു സമയം തന്നെ നമുക്ക് ടൈം കളയാതെ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ഇതിന് പ്രൊസീജിയർ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് വെക്കാൻ പറ്റിയാൽ ശരിക്കും എപ്പോഴും അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഔട്ട് ഓഫ് ഇന്ത്യ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ടെക്കി അല്ലേ, ടെക്കി ഫീൽഡിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്റ്റുഡൻസിന് തരുന്ന ഒരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഞാൻ തരുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തന്നെ അത് കണ്ടുപിടിക്കുക. ഓക്കെ, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് തരുന്നത്. ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട് അല്ലേ, നമ്മുടെ ഇൻ്റർനെറ്റിൽ ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട്. ആ റിസോഴ്സ് ഒക്കെ നമ്മൾ നോക്കി ഞാൻ പറഞ്ഞിട്ട് എപ്പോഴും എൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താണ് മുമ്പിൽ എന്ന് കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ ഓപ്പർച്യൂണിറ്റി റിയലൈസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇപ്പം ചൈനയെ പറയുകയാണെങ്കിൽ ചൈനയിൽ ഇഷ്ടം പോലെ കമ്പനീസ് ആണ് ഞാൻ കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും എനിക്ക് ഒരിക്കലും പണി മുടക്കി വീട്ടിൽ ഇരിക്കേണ്ട ഒരവസ്ഥ എന്തായാലും വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പകുതി ഒരു ടെൻഷൻ മാറിക്കിട്ടും അല്ലേ. പിന്നെ എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾക്ക് ഇതുപോലെയുള്ള മെൻറ്റേഴ്സിനോട് സംസാരിച്ചൊക്കെ തീർച്ചയായിട്ടും നമുക്ക് അതിന് ഓവർകം ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി വിൽബർട്ടൻ ശരിക്കും നമ്മളെ സഹായിക്കും. താങ്ക് യു ഷെബിൻ. അടുത്തതായിട്ട് നമ്മൾ ഷെബിന് നമ്മളുടെ വീസ കൈമാറുന്നതാണ്. അപ്പോൾ ഷെബിനും ഫാമിലിയും വന്നിട്ടുണ്ട്. സോ നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. ഷെബിൻ്റെ മമ്മിയുണ്ട്. ഷെബിൻ്റെ മമ്മിനോട് ചോദിക്കാം, എന്താണ് ചൈനീസ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് പോകുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യണത്, അല്ലെങ്കിൽ എന്തൊക്കെ സന്തോഷമാണ് ഇപ്പോൾ ഷെയർ ചെയ്യാനുള്ളത്? ടെക്നോളജിയിൽ നമുക്ക് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു കൺട്രിയാണ് ചൈന. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഷെബിൻ്റെ സിസ്റ്റർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? അതുപോലെ ഷെബിൻ്റെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടും ഷെബിൻ ഇങ്ങനെ ഒരു ഡിസിഷൻസ് എടുത്തതിനെ കുറിച്ചിട്ടും എന്താണ് പറയാനുള്ളത്? ആക്ച്വലി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് വിൽബർട്ടൺ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയതിൽ. ജസ്റ്റ് ഒരു ഇൻസ്റ്റഗ്രാം റീൽസ് വഴിയാണ് പരിചയപ്പെട്ടെങ്കിലും പ്രോപ്പറായിട്ടുള്ള ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ അറിവും പകർന്നു തന്നു. ഒരുപാട് സംസാരിക്കാൻ പറ്റി, പ്രോപ്പർ ഗൈഡൻസ് കിട്ടി. ഏത് ഡൗട്ട്സ് ആണെങ്കിലും ഞാൻ വളരെ പേഷ്യൻസോടെല്ലാം പറഞ്ഞു തന്നു. അത് ആക്ച്വലി ഈ ഒരു കോഴ്സിനെ പറ്റിയും ചൈന എന്ന കൺട്രീനെ പറ്റി ഒരുപാട് അറിയാൻ പറ്റിയതും ഇപ്പം ഷെബിന് IT ഫീൽഡുമായിട്ടുള്ള ആ ഒരു ആഗ്രഹം, അവൻ്റെ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി എനിക്കൊരു അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റിയതും വിൽബർട്ടൺ എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ മൂലമാണ്. അത് ഒരുപാട് ഞാൻ ഹാപ്പിയാണ് ഈ ഒരു കാര്യത്തിൽ. ഇപ്പോൾ ചൈനീസ് വിസ കിട്ടിയതും എനിക്ക് ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ ഷെബിന് ഡിസിഷൻ എടുത്തത് എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും അവൻ്റെ ലൈഫിൽ. ബിക്കോസ് IT ഫീൽഡ് എന്നുള്ളത് ടെക്നോളജി സംബന്ധമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓഫ് കൺട്രിയാണ് ചൈന. അപ്പം അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് നിലയിൽ അവന് പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് എനിക്കൊരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ ഇന്നൊരു ഹാപ്പി മൊമെൻ്റ് ആണെന്ന് തന്നെ പറയാം. ശരി, അപ്പോൾ സന്തോഷമാണല്ലോ അല്ലേ? താങ്ക് യു വെരി മച്ച്.